ഹലോ ഗായ്സ്, ഗുഡ് ഈവനിങ്. അങ്ങനെ ഞങ്ങൾ അൻസാബിലൊരു പാർക്കിൽ വന്നിരിക്കുകയാണ്. വാവ്, ഇവിടുത്തെ ഒരു വൈബില്ലേ പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. അടിപൊളി സ്ഥലമാണ്. ഹലോ ഗായ്സ്, ഗുഡ് ഈവനിങ് എവറിബഡി. അപ്പോൾ ഞങ്ങൾ അൻസാബ് പാർക്കിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ അന്ന് ഞങ്ങൾ വീഡിയോ എടുത്തപ്പോൾ രാത്രിയായി ഏകദേശം. ഇന്ന് നല്ല രസമുണ്ട്. ഇവിടുത്തെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇവിടുത്തെ പ്രത്യേകത. കണ്ടോ, ഒരു ക്യാമറ എടുത്ത് ഓടി പോവും. എന്നെ ഒറ്റയ്ക്ക് ആക്കിയിട്ടിട്ട് ഒരു ഓടിപ്പോവും ഗായ്സ്. എന്തൊരു ഐക്യോ. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ലൊരു പാർക്ക്, അറിയിക്കാൻ വയ്യ. ഇതേ കണ്ടോ, അച്ഛനും മോളും അവിടെ സ്കേറ്റിംഗ് ചെയ്യണു. അച്ഛൻ ഓടുന്നു, മോള് സ്കേറ്റിംഗ് ചെയ്യണു. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അവിടെ ആ ബ്ലൂ കാണുന്നത് വാക്കിംഗ് പ്ലേസാണ്. അപ്പോൾ അവിടെ വാക്ക് ചെയ്യുക, പിന്നെ അറ്റ് ദ സെയിം ടൈം സ്കേറ്റ് ചെയ്യാം. ഇവിടെ നടക്കാം, ഓടാം. എന്തതേ കുട്ടികൾ ഫുട്ബോൾ കൊണ്ടുവന്ന് കളിക്കുന്നുണ്ട്. അങ്ങനെ നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആട്ടോ. നല്ലൊരു വൈബാട്ടോ. ഇവിടെ ഭയങ്കര ഇഷ്ടം, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. പക്ഷെ ഇവിടെ അതാണ്, സാധാരണ പാർക്കിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ പാർക്കിൽ വരാം, അവിടെ ഇരിക്കുക, കാഴ്ചകളൊക്കെ കണ്ട് അവിടെ ഇരിക്കുക. അതാണ് മെയിൻ കൺസെപ്റ്റ് നമ്മളുടെ. അങ്ങനെയാണ് പൊതുവെ. പക്ഷെ ഇവിടെ ആദ്യമായിട്ട് ഇപ്പോൾ സെക്കൻഡ് ടൈം ആട്ടോ വരുന്നത്. ഇവിടെ വരുമ്പോൾ ഇവിടെ ഇരിക്കാൻ ഒരിടയുമില്ല, ഒരിത്തിരി ഇരിക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഇങ്ങനെ നടക്കാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പോൾ സെക്കൻഡ് ടൈം വരാണെങ്കിലും നല്ല രസമുണ്ട് കേട്ടോ. ഈ ഗ്രീൻസും ഗ്രാസും ആ ട്രീയൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന നല്ല രസം. അപ്പോൾ നല്ലൊരു വൈബാണ് കേട്ടോ. അങ്ങനെ നടക്കാൻ തന്നെ. പിന്നെ ബോഗൻ വില്ലാസ് കണ്ടില്ല, അറേഞ്ച് ചെയ്തിരിക്കുക. എന്തൊരു രസമാണ്, എന്തൊരു പൂക്കളാണ്. ഇനി ഇവിടുത്തെ ഒരു മാജിക്. ഇത് നോക്കി, വിങ്കല്ലമ്മ, അത് വിങ്കല്ലമ്മ. വിങ്ക കണ്ടോ, വിങ്ക ഡിഫറെൻറ്റ് വെറൈറ്റീസ് വിങ്കയാണ്. എന്ത് രസമാണ്. ഹായ്, വൈറ്റ് ഭയങ്കര അട്രാക്റ്റീവ്. കണ്ടോ എന്തൊരു ഭംഗിയാ. ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. ഹലോ അർണ, ഹായ്, സേ ഹായ്. ഹലോ ഗായ്സ് എന്ന് പറയൂ. ഗിവ് മീ 5. അങ്ങനെ കണ്ട പൂന്തോട്ടം. കണ്ടോ, ഡിഫറെൻറ്റ് കളേഴ്സ് ആട്ടോ വിങ്കയുടെ. ഇതിൽ ഭംഗിയുള്ള കളറുകളാണ്, നോക്കൂ. ഇതൊരു രസമാണ് കാണാൻ. അവിടെ കണ്ടില്ല, ഇത് നൈറ്റിൽ ഇവിടെ ഒരു വേറൊരു ലുക്കാട്ടോ. നൈറ്റിൽ വന്നിട്ട് എടുത്തിട്ടൊരു വീഡിയോ ഉണ്ട്, ഞാനത് കാണിച്ചു തരാം. അപ്പോൾ അത് നൈറ്റിൽ വീഡിയോ എടുക്കുമ്പോൾ അത് വേറെ ലുക്കാണ്. ഇപ്പോൾ മോർണിംഗ് അല്ല, ഈവനിങ് ടൈമിൽ ലൈറ്റ് ഉള്ളപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ വേറൊരു ലുക്കാട്ടോ പാർക്കിൻ്റെ. ഹലോ, അച്ഛനും മോളും എങ്ങോട്ടാണ് പോണ്? ഒരു ക്യാമറയ്ക്ക് ഫേസ് തരില്ല, ഒരു ഓടാണ് ഗൈസ്, കണ്ടില്ലേ? ഞാനായിട്ടൊരു ബന്ധമില്ല. കണ്ട, അമ്മയ്ക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരെ ഫോട്ടോ എടുക്കലാണ്. കണ്ട, അന്ന് വന്നപ്പോൾ ഇരുട്ടത്തായതുകൊണ്ട് അങ്ങനെ പറ്റിയില്ല. അപ്പോൾ അതാ നല്ല രസമുണ്ട് അല്ലേ? എനിക്കിതിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു ട്രീ ഡേക്ക്. ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്നു അന്ന് അതിൽ. പിന്നെ സമ്മർ സീസണായപ്പോൾ ഒക്കെ പോയി. ഈ റെഡ് കളറത് നല്ല രസമില്ലേ? പൂക്കളോടും ചെടികളോടും ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എത്ര കണ്ടാലും മതിയാവില്ല, ഇവിടുന്ന് പോരാൻ തോന്നില്ല. നല്ലൊരു ഭംഗിയാണ് പറഞ്ഞാലേ. നമ്മുടെ മുഖത്തൊരു പുഞ്ചിരി വരും കേട്ടോ ഗൈസ്. നമ്മൾ വെറുതെ ഇതിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തൊരു സ്മൈലിങ് ഫേസ് ഓട്ടോമാറ്റിക്കലി വരും എന്നറിയാലോ. നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുമുണ്ട്. കണ്ടില്ലേ, ഇതൊരു നീറ്റാണ്, ഒരു കച്ചറയില്ല കേട്ടോ.
അച്ഛനും മോളും. അവിടെയുണ്ട് കുറേ ചെടികൾ. ഇത് നോക്കി ഇവിടെ നല്ല ഭംഗിയുണ്ട്. പക്ഷേ നല്ല ഭംഗിയുണ്ട്, ഭയങ്കര ക്യൂട്ടാണ്. ഇത് നമ്മുടെ നാട്ടിൽ കാണുന്നൊരു റെഡ് നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാ ചെടിയും നമ്മുടെ നാട്ടിലുള്ളത് തന്നെയാണ്. കണ്ടത് ഇനി കൊലകൊലായിട്ട് വരും. ഇതെന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല ഗായ്സ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ തുള്ളിച്ചാടി പോണാണ് നല്ല രസമുണ്ട്. ഹായ് 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 മൈ സുന്ദരീസ്. എല്ലാവരും എൻ്റെ സുന്ദരീസ് തന്നെ. കുറക്കും ഹായ്. നല്ല രസത്തിൽ കട്ട് ചെയ്ത് നല്ല നീറ്റാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നല്ല നീറ്റെന്ന് വെച്ചാൽ ഒരു കരടില്ല, ഇല ഉണങ്ങി വീണെടുക്കണത് അതൊന്നും കാണാനില്ല. നമുക്കിങ്ങനെ ചാടിക്കിടക്കാം. അമ്മ അതാ ചാടിക്കിടക്കണു. ഇതും നല്ല അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് വുഡൻ ലുക്ക് ആയിക്കൊണ്ട് നല്ലൊരു ഭംഗി. വുഡൻ അല്ല, സിമെൻ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. പക്ഷെ ഒരു വുഡൻ ലുക്ക് ആയിക്കൊണ്ട് നല്ലൊരു ഗ്രേസ്ഫുൾനെസ് ഉണ്ട് കേട്ടോ. അമ്മ ആകെ പരതുന്നുണ്ട്. ഇത് അമ്മ ഡെക്കറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിരുന്ന പൂവാന്ന് പറയുന്നത്. ഈ യെല്ലോ ഇതിനൊരു ഭംഗിയുണ്ട് അല്ലേ? കണിക്കൊന്ന ഒരു ചായ ഉണ്ടല്ലോ, ഒരു മിനിയേച്ചർ ഫോം എന്ന് പറയാം അല്ലേ അമ്മ? ഇൻഫ്ലോറസൻസ്. പുറ്റു പോലെ ഉണ്ട് കൃഷ്ണ നിൽക്കുന്നത്. വാ, മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പോവാം കുഞ്ഞു. ഹായ്. എന്ത് പറ്റി? അങ്ങനെ ഞങ്ങൾ നടന്ന് ഇനി പോവാന്നാ പറയുന്നത്. ഇവിടുന്ന് നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോകാൻ. ബോഗൻവില്ല ഭയങ്കര കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഞാൻ നോക്കട്ടെ. ഇതിക്കോടെ ചാടി കിടക്കട്ടെ. ഇത് കണ്ടോ ഗൈസ്, എന്തൊരു ഭംഗിയിൽ. ഇതിനിപ്പോൾ നമ്മുടെ നാട്ടിൽ വെറുതെ ഇങ്ങനെ പറമ്പിൽ പുല്ലും മുളച്ചിരിക്കണതല്ലേ, അതിനും ഇങ്ങനെ ഭംഗിയിൽ വയ്ക്കാനിപ്പോൾ മനസ്സിലായില്ലേ? ഒരു ചെടിയും വെറുതെ കളയുന്നില്ല എന്ന് തോന്നുന്നു. നമുക്ക് വേണ്ടാത്ത പറമ്പിൽ കാണുന്ന ചെടിയാണത്. എന്ത് ഭംഗിയില്ല. പിന്നെ ഇതും അതെ അല്ലേ? ഇതും അങ്ങനത്തെ ഒരു ചെടിയല്ലേ? തെങ്ങിൻ്റെ കടക്കയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള പോലെ. പക്ഷെ നല്ല ഭംഗിയിലത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഗായ്സ്, നമ്മൾ റെഡ് കാർപ്പറ്റ് എന്ന് കേട്ടിട്ടില്ലേ? ഇത് അതുപോലെ ഒരു ബ്ലൂ കാർപ്പറ്റ് പോലെ ഉണ്ട് അല്ലേ? ബ്ലൂ കാർപ്പറ്റ്, ഒരു സൈഡ് ഫുൾ ഗ്രീൻസ്, ട്രീസ്, നല്ല എന്താ പറയുക സിസ്റ്റമാറ്റിക് ഓർഡറിൽ ഇങ്ങനെ വരിയായിട്ട് വെച്ചിരിക്കണം. ഒരു സൈഡിൽ നിറയെ ബോഗൻവില്ലാസ്. ഇവിടെ എന്തെങ്കിലും വേണ്ടതായിരുന്നു അല്ലേ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണ്. അല്ലെങ്കിൽ വരെയായിരിക്കും ഫ്യൂച്ചറിൽ പുല്ലൊക്കെ വെച്ച് ഒന്നും കൂടിയും ഭംഗിയാക്കി വരുമോ. ഓഹോ ഹായ് സുന്ദരീസ്. ഇതിൻ്റെ ഒരു കളറാണ് നമ്മൾ മേടിച്ചത് കേട്ടോ. പിന്നെ നമ്മൾ അയ്യടാ കണ്ടാ, അയ്യോ അത് വാടിയിരിക്കുന്നു. വാങ്ങ കിട്ടും. അങ്ങനെ സന്ധ്യയായി തുടങ്ങി. നല്ലൊരു ലുക്കാണ് കേട്ടോ. അയ്യോ എത്ര അധികം നടന്നൊന്നും തോന്നണില്ല കേട്ടോ. ഇനി ആ അറ്റം വരെ എത്തണം. അവിടെയാണ് കാർ പാർക്ക് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ നടക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ഒരു ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഈ പ്ലേസ്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കണം, ഇരിക്കരുത്. ഇവിടെ ഇരിക്കാൻ ഒരു പ്ലേസും ഇല്ല കേട്ടോ. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കണം, ചുമ്മാ ഇങ്ങനെ നടക്കാം.
പിന്നെ നടന്ന് പോകും ഓട്ടോമാറ്റിക്കലി. പ്രകൃതിയുടെ ഭംഗിയൊക്കെ കണ്ട് നമ്മൾ നടന്നു പോകും. നമുക്ക് ക്ഷീണം തളർച്ച ഒന്നും തോന്നൂല. ലൈറ്റ്സൊക്കെ ഓണായി, ഇപ്പോൾ കാണൂല. കുറച്ചും കൂടി ഇരുട്ടായാൽ പിന്നെ ലൈറ്റ്സ് മാത്രമേ കാണുള്ളൂ കേട്ടോ. ഓക്കെ, ഗായ്സ് നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ടിൽ ദെൻ ടാറ്റ ബൈ ബൈ, സീ യു മൈ ഗായ്സ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നമ്മുടെ മന്ദാരപ്പൂവാണിത് അല്ലേ? അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്ന ടിൽ ദെൻ ടാറ്റ ബൈ ബൈ, സീ യു ബൈ.